ഇപ്പോൾ 13 എന്ന് പറയാം. 13 എന്ന് പറഞ്ഞ നമ്പറിന് എന്താ ഇപ്പം പ്രത്യേകത? അതിൽ അശുഭകരമായി കാണാൻ അത് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട് വന്നത്. ക്രിസ്ത്യാനികൾക്ക് 13 എന്ന് പറഞ്ഞ നമ്പറിനോട് വരാരോചന. തനിക്ക് ഖജനാവിൽ നിന്ന് കിട്ടുന്ന ഒരു കാറ് ആ നമ്പറിനായിക്കോട്ടെ, ഇത് വേറെ ആരും വാങ്ങൂല, പാഴായി കിടക്കണ്ട എന്ന് കരുതിയിട്ടാണ് KM ഷാജി MLA ഇത് സ്വീകരിച്ചതെങ്കിൽ അഭിനന്ദനീയമാണ്, സന്തോഷകരമാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വർത്തിക്കേണ്ടതും എന്നാണ് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ശുഭവും അശുഭവും പ്രത്യേകം നോക്കുക, ശുഭങ്ങൾ നോക്കി കാര്യങ്ങളിൽ പ്രവേശിക്കുക, അശുഭങ്ങൾ നോക്കി കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക. ഇത് മനുഷ്യ സഹജമായി വരുന്ന ഒരു വൈകാരികമായ സംഗതിയാണ്. മനുഷ്യനുള്ളത് മുതൽ മനുഷ്യൻ നിലനിൽക്കുന്ന കാലം അത്രയും ഇതുണ്ടാകും. ശുഭകരമായി തോന്നുന്ന കാര്യങ്ങളും ശുഭകരമായി തോന്നുന്ന സംഗതികളും ഉണ്ടാകും, ശുഭകരമായി തോന്നുന്ന ആളുകളുണ്ടാകും, അശുഭകരമായി തോന്നുന്നതും ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ തന്നെ 3-4 പ്രാവശ്യം വേണ്ട 1-2 പ്രാവശ്യം ഒരു സംഗതി അശുഭകരമായി ആവർത്തിക്കുമ്പോൾ അതിന് കാരണമായ സംഗതിയിൽ ഒരു അശുഭം കണ്ടെത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സഹജമായും മനുഷ്യനുണ്ടാകും. അതേപോലെ എന്തെങ്കിലും ചില സംഗതികൾ കൊണ്ട് വല്ല ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും കിട്ടി എന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം സംഗതികളും അതുമായി ബന്ധപ്പെട്ട സംഗതികളും ശുഭകരമായി കാണുക എന്നതുമുണ്ട്. ഇത് മനുഷ്യ സഹജമാണ്. സഹജമായ ഒന്നിനെയും പ്രകൃതിപരമായ ഒന്നിനെയും നിരാകരിക്കുക, നിഷേധിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് ഒരിക്കലും വച്ചു പുലർത്തുന്നില്ല. സഹജമായുള്ള കാര്യങ്ങളിൽ മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളുമായിട്ടുള്ള ആളുകൾക്ക് പരലോകത്ത് നേട്ടം കിട്ടുന്ന ഇഹലോകത്ത് ശരീഅത്തനുസരിച്ച് പ്രതിഫലം കിട്ടാനിടയായ സംസ്കരണമാണ് പരിശുദ്ധ ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ഈ കാര്യത്തിലും പുലർത്തിയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുഹിബ്ബുൽ ഫൗല അൽ ഹസൻ, നല്ല തരത്തിലുള്ള ശുഭകരമായ സംഗതികളെ ആ ശുഭം നോക്കൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമായിരുന്നു. വരുമ്പോൾ ഒരു സംഗതി നടക്കുന്ന സമയത്ത് എന്താ പേര് എന്ന് വയ്ക്കുമ്പോൾ സഹൽ എന്നാണെന്ന് വെച്ചാൽ കാര്യം എളുപ്പമായി എന്ന് പ്രത്യേകം തോന്നുക. നേരെ മറിച്ച് പ്രത്യേകം കടന്നു വരുമ്പം തന്നെ മുറ എന്നാണ് വരുന്നത് വെച്ചാൽ കയ്പായി എന്ന് തോന്നുക. ഇത് സഹജമാണ്. ഈ സഹജമായതിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ശരിയായ ഹസനായ ഫൗലുകൾ, അതായത് ശുഭകരമായി കണ്ടുകൊണ്ട് ആ ശുഭകരമായി കണ്ടാൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ചെയ്യുക, കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയില്ല. ശുഭകരമായി കാണുന്ന കാര്യങ്ങളെ മനുഷ്യൻ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ്, പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമുള്ളതിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതിൽക്ക് അതിന് യാതൊരു നിരാകരണവും ശരീഅത്തിലില്ല. അത് നല്ലതാണ്. അതേ സമയത്ത് അശുഭകരമായ കാര്യങ്ങൾ തോന്നലും ഞാനിപ്പറഞ്ഞതുപോലെ സഹജമാണ്. അള്ളാഹുവിൻ്റെ റസൂല് വന്നിരിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ സ്വന്തം പ്രകൃതി, തങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രകൃതി മാത്രം നിലനിർത്താനല്ല, പൊതുവെ മനുഷ്യകുലത്തിൻ്റെ മാനവകുലത്തിൻ്റെ പ്രകൃതികളിലെല്ലാം പുലർത്തേണ്ട ശരീഅത്ത് എന്താണ്, നിയമം എന്താണ്, മര്യാദ എന്താണ്, ഇത് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പല സമയത്തും സാധാരണക്കാരായ അവാമുന്നാസിന് ബഹുജനങ്ങൾക്ക് വരുന്ന അത്തരം വൈകാരികമായ സംഗതികളിലേക്ക് ഇറങ്ങും. അപ്പോഴാണല്ലോ അവരെ സമുദ്ധരിക്കാനും സംസ്കരിക്കാനും ശരീഅത്തനുസരിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുക. ഈ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂല് തെശാവുമ് ഷെയ്മു തോന്നുന്ന കാര്യങ്ങൾ, അശുഭകരമായി തോന്നുന്ന കാര്യങ്ങൾ അശുഭകരമായി മനസ്സിൽ വന്നാലും അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല. ആ കാര്യം വേണ്ടതാണെങ്കിൽ ആ വേണ്ട കാര്യത്തിൽ നിന്നൊരിക്കലും മാറി നിൽക്കുകയില്ല, അക്കാര്യത്തിലേക്ക് മുന്നോട്ട് പോകും. അതിനാൽ വരുന്ന ഈ അശുഭകരമായതിൻ്റെ പേരിൽ വരുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വരാനിരിക്കാൻ വല്ല ആപത്തുകളും അള്ളാഹുവിൻ്റെ ഖലാഇലേക്കുണ്ടെങ്കിൽ അതിലേക്ക് സൂചനയാകാമല്ലോ ഇതൊക്കെ. അങ്ങനെയുള്ള സൂചിപ്പിക്കപ്പെടുന്ന അള്ളാഹു തആലാൻ്റെ ഭാഗത്തു നിന്നുള്ള ഖലാഇൽ വരുന്ന ഷെറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാവലിനെ തേടി അള്ളാഹു തആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ഇതാണ് ഇത് സംബന്ധമായുള്ള ഇസ്ലാമിക ശരീഅത്തിൻ്റെ ലെവല്. ഈ 13-ാം നമ്പർ എന്ന് പറയുന്നത് അശുഭകരമായി കാണുന്ന കാര്യമാണ്. അപ്പോൾ അശുഭകരമായി തോന്നുന്ന കാര്യം അടിസ്ഥാനമുള്ളതുണ്ടാകും, അടിസ്ഥാനമില്ലാത്തതുണ്ടാകും. ഒരു നമ്പറിൽ എന്തിരിക്കുന്നു, നമ്പർ എന്താണെന്ന് തോന്നി നിഷേധം തോന്നാൻ പാടില്ല.
നമ്പറുകളിൽ പല കാര്യങ്ങളുണ്ടാവും. ഉദാഹരണമായി 756 എന്നൊരു നമ്പർ ഇപ്പം നമുക്ക് കിട്ടിയാൽ 756, അതുപോലെ 6666 ഈ നമ്പർ കിട്ടിയാൽ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. വിശ്വാസികൾ മുസ്ലിമീങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കൊരു സന്തോഷം തോന്നും. എന്താ 756 സന്തോഷം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകത്തിൻ്റെ സംഖ്യാശാസ്ത്രപ്രകാരമുള്ള നമ്പറാണത് 786. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ബാഇന് 2 എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ അക്കങ്ങൾക്കൊക്കെ സംഖ്യയുണ്ട്. അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ എന്ന് തുടങ്ങുന്ന രീതിയിൽ ഈ അക്കങ്ങൾ, അക്ഷരങ്ങളുടെ സംഖ്യകൾ പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പണ്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ചിരുന്ന രീതിയാണിത്. അലിഫ്, ബാഗ്, താഗ്, സാഗ് എന്നൊക്കെ വരുന്നതിൻ്റെ മുമ്പ് അറബി അക്ഷരമാല പഠിപ്പിക്കാൻ വേണ്ടി അറബി അക്ഷരത്തിലെ 28 അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളും പ്രത്യേകം ഉൾക്കൊള്ളിയിട്ടുള്ള അതിനൊക്കെ സംഖ്യകൾ പ്രത്യേകം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒന്നാണ് അബ്ജദ്, ഹവ്വസ്, ഹുത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും കണക്ക് പ്രകാരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ബാ, സീന്, മീം ഇതിൻ്റെ ഒക്കെ സംഖ്യകൾ കണക്കൂട്ടി നോക്കിയാൽ 786 എന്ന് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു സംഗതിക്ക് കിട്ടുമ്പോൾ ഒരു കാറ് വാങ്ങിയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം മേടിച്ചാൽ 756 എന്ന് നമ്പർ കിട്ടിയാൽ നമുക്കൊരു സന്തോഷമാണ്. ബിസ്മിൻ്റെ നമ്പറാണല്ലോ. നമ്മൾ പലപ്പോഴും ബിസ്മി എഴുതുന്നതിന് പകരം അത് നമ്പർ എഴുതാറുണ്ട്. ഇതൊന്നും തീർത്തും അവഗണിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഈ സംഖ്യാശാസ്ത്രപ്രകാരമുള്ള കണക്കുകൂട്ടൽ നബിയുടെ മുമ്പിൽ വെച്ച് നിഷേധികളായ ജൂതന്മാർ വന്ന് നബിതങ്ങളോട് അന്വേഷിച്ച് നബിതങ്ങളോട് ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബിതങ്ങളുടെ മുൻപാകെ വെച്ച് അവർ ആ സംഖ്യാശാസ്ത്രപ്രകാരം കണക്കുകൂട്ടിയെന്ന് അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായത്തെ പലവിധേന അഭിപ്രായപ്പെട്ടപ്പോൾ ആ അഭിപ്രായം ഒരു കൺഫ്യൂഷനാക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പരിശ്രമിച്ചെങ്കിലും നബിതങ്ങൾ ഈ സംഭവത്തെ നിരാകരിക്കുകയോ ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റാണെങ്കിൽ ജൂതന്മാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല, തെറ്റാണ്, അതിലൊന്നും അടിസ്ഥാനമില്ല എന്ന് നബി പറഞ്ഞു കൊടുക്കണം ശരിയായതിൻ്റെ നിലപാടനുസരിച്ച്. അവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിനക്ക് അവതരിച്ച് കിട്ടിയെന്ന് പറയുന്ന ഖുർആനൊന്ന് പാരായണം ചെയ്തിട്ടെ കേൾക്കട്ടെ എന്നാണ്. അപ്പം നബി തങ്ങൾ ഓതിക്കൊടുത്തത് അലിഫ് ലാം മീം എന്നാണ്. അൽ ബഖറയുടെ തുടക്കം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ഉടനെ ഈ ജൂതന്മാർ പറഞ്ഞു ആകെ 71. ഈ 71 കൊല്ലം മാത്രം ആയുസ്സുള്ള നിൻ്റെ ദീനിലേക്കാണോ നീ ഞങ്ങൾ ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ വിചാരിച്ചത് എൻ്റെ ഈ ഖുർആൻ്റെയും ദീനിൻ്റെയും സംഖ്യയാണ് ഈ പറയുന്നത്. അലിഫ് ലാമീന്ന് എഴുതിയ അലിഫും ലാമും മീമും കൂട്ടിയാൽ അത്രയാണ് കിട്ടുക 71. ഈ 71 പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പുഞ്ചരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, അല്ല എന്നാൽ ഇതല്ലാതെ വേറെ വല്ലതുണ്ടോ? അപ്പം നബി തങ്ങൾ അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം റാ എന്നിങ്ങനെ ഓതി കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഖലത്തലൈന, നീ ആകെ കൺഫ്യൂഷനാക്കിയല്ലോ, ഞങ്ങളാകെ കുഴപ്പത്തിലാക്കിയല്ലോ, കുഴപ്പത്തിൽ ചാടിച്ചല്ലോ, ഇതിലേതാണ് ഞങ്ങൾ എടുക്കേണ്ടതെന്ന് തിരിയാതായല്ലോ എന്ന്. കാരണം ഇതോരോന്നും വലിയ സംഖ്യകളാണ്. അലിഫ് ലാം മീം സ്വാദും അലിഫ് ലാം മീം റായും വലിയ സംഖ്യകളാവില്ല. അപ്പോൾ അത് അത്രയും സംഖ്യകളുണ്ട് എന്ന് പറയാനും വയ്യ. കുറഞ്ഞതും പറയുന്നുണ്ട്, അധികവും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആ ധാരണ അബദ്ധമാണ് എന്ന് മനസ്സിലായി. അതനുസരിച്ച് ദീനിൻ്റേതാണ് ഈ പറയുന്ന, ദീനിൻ്റെ ആയുസ്സാണ് ഈ പറയുന്നത് എന്ന ധാരണ അവർക്ക് ഇല്ലാതായി. പക്ഷേ ഈ സന്ദർഭത്തിനൊത്ത് ദീൻ പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ നിരാകരിച്ചില്ല. അതടിസ്ഥാനത്തിലാണ് അറബി അക്ഷരങ്ങൾക്കുള്ള സംഖ്യാശാസ്ത്രം പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുകയും അത് പുലർത്തിപ്പോരുകയും അത് പ്രത്യേകം പഠിപ്പിച്ച് പലവിധ ശാസ്ത്രങ്ങളുണ്ടാവുകയും ചെയ്തത്. അതിലൊരു പ്രത്യേകമായ ചികിത്സ, ആത്മീയ ചികിത്സാ പരിപാടിയാണ് ഈ അസ്മാഇൻ്റെ ചികിത്സ. അസ്മാഇൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ അള്ളാഹു തആലാൻ്റെ അസ്മാകൾക്കുള്ള ഇതുപോലത്തെ അക്ഷരങ്ങളുടെ നമ്പർ കുറിച്ചിട്ട് അതിൻ്റെ സംഖ്യ കണ്ടെത്തലാണ്. അപ്പോൾ അസ്മാകൾ എഴുതി നാശമാകാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ അസ്മാകൾ പ്രത്യേകം എഴുതിയാൽ അതിനെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമല്ലോ, മോശപ്പെട്ടെടുത്തും ഇടാൻ പാടില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ കളം വരച്ചുകൊണ്ടും മറ്റുമൊക്കെ ചെയ്യാൻ സൗകര്യപ്രദമായതുകൊണ്ടും ഇത്തരം സംഖ്യകൾ എഴുതിക്കൊണ്ടുള്ള ചികിത്സകൾ നടത്തുക എന്നുള്ളതാണ് അസ്മാവ് ചികിത്സ എന്ന് പറയുന്നത്. അതിൽ ചൂഷണങ്ങൾ ധാരാളം നടക്കാറുണ്ട്. അജ്ഞന്മാരും വിവരമില്ലാത്തവരും ഇത് കൈകാര്യം ചെയ്യാറുണ്ട്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഇത് പറ്റിയ
അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൂടാ. ഈ സംഖ്യാശാസ്ത്ര പ്രകാരം ഉദാഹരണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ 66 എന്നാണ് അതിൻ്റെ സംഖ്യ. അപ്പോൾ അള്ളാഹ് എഴുതേണ്ട അടുത്ത് 66 എഴുതിയിട്ടോ ഈ 66 അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടോ, അല്ലെങ്കിൽ ജിബിരിൽ, മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള അമ്പിയാക്കന്മാരുടെയോ മലക്കുകളുടെയോ പേരുകളുടെ അക്ഷരങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ സംഖ്യകൾ കണക്കാക്കിയിട്ടൊക്കെ അതതുകൊണ്ടുള്ള പ്രത്യേക ചികിത്സകളും സവിശേഷതകളും ആത്മീയ ചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും അടിസ്ഥാനരഹിതമല്ല. ഇതിൻ്റെയൊക്കെ അസ്റാറുകളും ഇതിലൊക്കെ പ്രത്യേകം ഉള്ളടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളും നല്ലപോലെ ഈ വക രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആരിഫീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസാലി തങ്ങളവർകൾ പ്രത്യേകം അദ്ദേഹത്തിന് രചന തന്നെ ഇതിലുണ്ട്. ഇത് തന്നെ പറയാൻ, ഈ ഇതിൻ്റെ ഹവാസുകളും മറ്റും പറയാൻ, ഓരോ സംഖ്യകളുടെ ഹവാസുകളും മറ്റും പറയാൻ. ഇമാം റാസി തങ്ങൾക്ക് അവർക്കും അതിൽ ഇത് ഗന്ധങ്ങളുണ്ട്. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ സംഖ്യാശാസ്ത്രപ്രകാരമുള്ള കണക്കുകൂട്ടലുകളും സംഖ്യകൾക്കുള്ള പ്രത്യേകമായ ഫായിദകളും നേട്ടങ്ങളും ഹവാസുകളും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇത് പ്രകാരം അശുഭകരമായതും ആ കൂട്ടത്തിൽ വരും. അള്ളാഹിൻ്റെ അസ്മാകളുടേതൊന്നും നമ്മൾ അശുഭകരം എന്ന് പറയാൻ പറ്റില്ല, ശുഭകരമായത് തന്നെയാണ് കൂട്ടേണ്ടത്. കാരണം ഈ അസ്മാകളുടെ ഫലം കൊണ്ട് ആത്മീയമായി കാര്യങ്ങൾ കിട്ടാനും ദുഷ്ടാത്മാക്കളിൽ നിന്ന് രക്ഷ നേടാനും പറ്റുന്ന തരത്തിലുള്ള ചികിത്സകളാണ് ഇതിൽ നടത്തുന്നത്. അതേസമയം ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ശയാത്തീൻ വർഗത്തിൻ്റെ പിതാവ് ഇബ്ലീസ്. ഈ ഇബ്ലീസിന് 103 എന്നാണ് അതിൻ്റെ സംഖ്യാശാസ്ത്രം. ഈ 103 എന്ന് കേൾക്കുമ്പോൾ സംഖ്യാശാസ്ത്രം അറിയുന്ന ഒരാൾക്ക് അരോചകം തോന്നും, പ്രയാസം തോന്നും. നല്ലൊരു സംഗതിക്ക് മുഴുമ്പോൾ ഈ 103 എന്നാണ് കേൾക്കുന്നത്, ആ ഇബ്ലീസാണ് വന്നത് എന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ സ്വാഭാവികമായി തോന്നുന്ന സമയത്ത് ശരീഅത്തിൻ്റെ നിലപാട് ആ അസ്വാഭാവികമായി തോന്നുന്നതിനെ നിലനിർത്തിക്കൊണ്ട് കാര്യത്തിൽ നിന്ന് വിട്ടൊഴിയാൻ പാടില്ല. കാരണം ഈ സംഖ്യകൾക്കൊന്നും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉപദ്രവം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഖലാ ഖദറിനനുസരിച്ചല്ലാതെ ഇതൊന്നും ഉപകാരപ്രദമാവില്ല, ഉപദ്രവകരമാവുകയുമില്ല. അപ്പോൾ ഉപകാരപ്രദമാക്കലും ഉപദ്രവമാക്കലുമൊക്കെ അള്ളാഹു എന്ന യജമാനനാണ്. ആ യജമാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇത്തരം അശുഭകരമായി തോന്നുന്ന തോന്നലുകളിൽ നിന്ന് പ്രത്യേകം വിട്ടുനിൽക്കുകയും, അതായത് അതിനെ വഴിപ്പെട്ടുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുക എന്ന് പറഞ്ഞത് ഒരിക്കലും പുലർത്താതിരിക്കുകയും, നല്ല കാര്യങ്ങൾ അതിൻ്റെ കടമ പോലെ അതിൻ്റെ സമയം പോലെ അള്ളാഹു ഏകിയതാണ്, ഇപ്പം വന്നതാണ്, ഇപ്പം നിർദ്ദേശിക്കപ്പെട്ടതാണ്, ഇപ്പം സമയത്തിൻ്റെ ബാധ്യതയായി ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പുലർത്തുകയും വേണം എന്നാണ്. അവിടെയാണ് കാന യക്റഹുൽ ഫഅലൽ ഖബീഹ, അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നോക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തിരുന്നു. അത് നബിക്ക് അരോചകമായിരുന്നു, അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി ഇഷ്ടപ്പെട്ടാത്ത ആ കാര്യം പ്രത്യേകം വെറുത്തതുകൊണ്ട് അത് നമ്മൾ അതനുസരിച്ച് അശുഭകരമായ നമ്പറുകൾ നോക്കി തന്നെ കാര്യങ്ങളെ സമീപിക്കുക എന്നത് കറാഹത്താകുന്നു എന്നാണ് നമ്മുടെ ഫിഖ്ഹിൻ്റെ വിധി, നമ്മുടെ ഇമാമികൾ വിവരിച്ചിട്ടുള്ള വിധി. ഇതനുസരിച്ച് നമ്മുടെ പുതിയ MLA കെ എം ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ MLA, അദ്ദേഹം ഏതടിസ്ഥാനത്തിലാണ് തീരെ സംഖ്യകൾക്കും ഈ നമ്പറുകൾക്കൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല എന്നുള്ള നിഷേധ മനസ്സുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അല്ലാതെയാവാം. ഇസ്ലാമിൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ മൂമിനീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അശുഭകരമായതിനെ ഒഴിവാക്കി, ആ അശുഭകരമായതിനനുസരിച്ച് പ്രവർത്തിക്കലിനെ ഒഴിവാക്കി, അശുഭകരമായ ആ നമ്പർ അശുഭകരമാണെങ്കിലും അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കാർ എടുത്തതും കാർ ആവശ്യപ്പെട്ടതും ഉപയോഗിച്ചതെങ്കിൽ അത് നല്ല ധീരമായ നടപടിയാണ്. കാരണം വിശ്വാസികൾ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. നബിക്ക് അരോചകമായൊരു കാര്യത്തെ പുലർത്തി പോരാൻ പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അടിസ്ഥാനമുണ്ടെങ്കിലും അടിസ്ഥാനമില്ലെങ്കിലും ഇതാണ് അവസ്ഥ. ഈ ശുഭാശുഭങ്ങൾക്ക് ചിലപ്പോൾ അടിസ്ഥാനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അടിസ്ഥാനമില്ലാത്ത സംഗതികളും വരാം. അടിസ്ഥാനം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഇപ്പോൾ 13 എന്ന് പറയാം. 13 എന്ന് പറഞ്ഞ നമ്പറിന് എന്താ ഇപ്പം പ്രത്യേകത? അതിൽ അശുഭകരമായി കാണാൻ അത് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട് വന്നത്. ക്രിസ്ത്യാനികൾക്ക് 13 എന്ന് പറഞ്ഞ നമ്പറിനോട് വരാരോചകം. അപ്പം ഞാൻ ഈ ഇബ്ലീസിൻ്റെ നമ്പർ പറഞ്ഞതുപോലെ യൂദാസിൻ്റെ നമ്പറാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യനാണല്ലോ, ദുഷ്ടനായ ശിഷ്യനാണല്ലോ യൂദാസ്. അയാൾ ആ ഒറ്റിക്കൊടുക്കുന്ന രാത്രിയിൽ
അത്താഴത്തിന് വേണ്ടി യേശുക്രിസ്തുവിനോട് കൂടി ഇരിക്കുമ്പോൾ ബൈബിൾ പറയുന്നതാണ്, നമ്മൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ട് തന്നെ ചരിത്രം ഇത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യൻ 30 വെള്ളിക്കാശിന് തൻ്റെ നേതാവിനെയും യജമാനെയും ഒറ്റുകൊടുത്തു എന്ന് പറയുന്നത് ദുഷ്ടകർമ്മമായി ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നബിതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം പല റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഇയാൾ ആ അത്താഴ വിരുന്നിന് വന്നത് 13ാമത്തെ ആളായിട്ടാണ്. 12 ശിഷ്യന്മാരും യേശുവുള്ളൂ, ആകെ 13 ആൾ, യേശു അടക്കം 13 ആൾ. അതിലത്തെ 13ാമത്തെ ആളായിട്ടാണ് ഇയാൾ വന്നത്. അയാളാവട്ടെ ലോകത്തിൻ്റെ കാരുണ്യമായി തന്നെ അള്ളാഹു തആല നിയോഗിച്ച നമ്മളെ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആ മഹാൻ്റെയും ഇടയിൽ 600 കൊല്ലം ഒരു നബിമാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല, ലൈസ ബൈനി വ ബൈനഹു നബിയുൻ, അവരുടെയും എൻ്റെയും ഇടയിൽ ഒരു നബിയും ലോകത്തില്ല. അപ്പോൾ തനി ജാഹിലിയത്ത് നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവതരണം സാധ്യമാക്കാനും അവസരോചിതമാക്കാനും സാന്ദർഭികമാക്കാനും പ്രയോജനപ്രദമാക്കാനും വേണ്ടി ഈസാ നബി അലൈഹിസ്സലാമിനെയാണ് നബിയുടെ നേർ മുൻഗാമിയായിട്ട് ഒരു റസൂൽ അയച്ചത്. അത് ബനൂ ഇസ്രായേലിലേക്ക് മാത്രമുള്ള പ്രവാചകനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലോകപ്രവാചകനായും ലോകഗുരുവായും ദൈവത്തിൻ്റെ ആൾരൂപമായും ഒക്കെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന പദവിയും റൂഹുല്ല എന്ന പദവിയും കലിമത്തുല്ല എന്ന പദവിയും ഒക്കെ ഖുർആൻ വ്യക്തമാക്കുന്നതും നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടതുമാണ്. അങ്ങനത്തെ ഒരു റഹ്മത്ത് റൂഹുല്ല അല്ലെങ്കിൽ കലിമത്തുല്ല മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് ഒറ്റിക്കൊടുത്ത ശിഷ്യൻ, ആ ഒറ്റിക്കൊടുത്തയാളെയാണ് കുരിശിക്കാൻ വേണ്ടിയിട്ട് റൂമിലിട്ടടച്ച യേശുക്രിസ്തുവിൻ്റെ ആ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല യേശുക്രിസ്തുവിനെ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട്, അള്ളാഹ്ക്ക് ഉയർത്താൻ വലിയ പണിയൊന്നുമില്ലല്ലോ, എന്ത് ബിൽഡിംഗ് ആണെങ്കിലും ഏത് ജയിലറയാണെങ്കിലും ഏത് കല്ലിടുമ്പാണെങ്കിലും ഏത് കുരുക്കാണെങ്കിലും അതിൽ നിന്നൊക്കെ കാരിരുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് സാധിക്കുമല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിക്കൊടുത്തുകൊണ്ട് 30 വെള്ളിക്കാശ് ഇതിന് പകരം വാങ്ങിയ ആ ആളെയാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ബാഹ്യരൂപം പകുതി ഭാഗത്ത്, ശരീരത്തിൻ്റെ പകുതി ഭാഗത്ത്, മുഖത്തിൻ്റെയും മാറിൻ്റെയും മറ്റൊക്കെ ഭാഗത്ത് നൽകിക്കൊണ്ട്, അപ്പോൾ മുടിയും മുഖവും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ അതേ രൂപത്തിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല തൽസ്ഥാനത്ത് നിർത്തിയതും അയാൾ കുരിശിക്കപ്പെട്ടു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ 13ാം നമ്പറുകാരനാണ് ജൂദാസ്. 30 വയസ്സേക്ക് വെള്ളിക്കാശ് പറഞ്ഞാൽ ദിർഹം എന്ന് കൂട്ടിക്കൊള്ളി. ഈ വെള്ളിക്കാശിന് വേണ്ടിയിട്ട് 30 ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര തുച്ഛ. ഈ തുച്ഛമായ വിലക്ക് തൻ്റെ ആത്മീയ ഗുരുവിനെ ഒറ്റുകൊടുത്ത ആ ആളുടെ നമ്പർ എന്ന് പറയുമ്പോൾ ഇബ്ലീസിൻ്റെ നമ്പർ എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു അനിഷ്ടം വരുമല്ലോ. അത് ക്രിസ്ത്യാനികൾക്ക് ഒന്നാകണ്ടായി. അത് ചിലപ്പോൾ നമുക്കും വരാം. കാരണം ഈസാ നബി അലൈഹിസ്സലാമിനെ ഒറ്റിക്കൊടുത്ത 13 എന്ന് പറയുമ്പോൾ അതൊരു 13ാമെന്ന് പറയുന്ന ഒരു വെറുപ്പ് നമുക്ക് ചരിത്രത്തിലെങ്കിൽ ഈ സംഭവം അറിഞ്ഞാൽ ഉണ്ടാവും. ഇത് പുതിയതായിട്ട് അറിയുന്നവർ ഒരിക്കലും 13നെ അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൂടാ. ഇനി അതില്ലാതെയും ചിലപ്പോൾ പറയാം, ഒരു ഡസൻ പൂർത്തിയാകണം ആ 12. ഒരു ഡസൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡസനാണല്ലോ പിന്നൊന്ന്. അപ്പോൾ ആ നിലയ്ക്ക് 13ാം നമ്പർ പിന്നെ അടുത്ത ഡസൻ്റെ തുടക്കമാണ്. അപ്പോൾ ഒരു പൂർത്തീകരണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അങ്ങനെ വരുമ്പോൾ ഏതൊരു സംഗതിയും കാമിലായ ശേഷം പിന്നെ ചുരുക്കാനുള്ള വരിക. അങ്ങനെ ചുരുക്കത്തിലേക്ക് വരുന്നൊരു നമ്പറിൻ്റെ തുടക്കം എന്ന നിലക്കും ചിലപ്പോൾ അങ്ങനെ വരാം. ഏതാണ് കാര്യമെന്നറിയില്ല. ഏതായാലും 13ാം നമ്പർ എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാക്കി ക്രിസ്ത്യാനികൾ കൊണ്ടുവരുന്നുണ്ട്. ഭാഗ്യവശാൽ നമ്മളാരും അത് വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ വ്യാപനം, അവരുടെ സ്വാധീനം, അവരുടെ ആശയങ്ങളുടെയും ആചാരങ്ങളുടെയും കൊണ്ടുപിടിച്ച മിഷണറി പ്രവർത്തനം കൊണ്ടുള്ള വ്യാപനം, ആ വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തു തന്നെ ഈ 13ാം നമ്പർ ശുശകരമായി മാറിയേക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ സമൂഹം ഇന്ന് ക്രിസ്ത്യാനിറ്റിയാണല്ലോ. ഇന്ന് നല്ല റസൂലുള്ള വന്ന കാലശേഷമൊക്കെ ക്രിസ്ത്യാനികളാണ് കൂടുതൽ. ആ ക്രിസ്ത്യാനിറ്റിയുടെ ഭൂരിപക്ഷം കൊണ്ടും ആധിപത്യം കൊണ്ടും വമ്പൻ രാഷ്ട്രങ്ങളൊക്കെയും മതം എന്ന നിലയിൽ സ്വീകരിക്കുന്ന ഒരു മതം, പ്രചരിപ്പിക്കുന്ന ഒരു മതം, നിലനിർത്തുന്ന ഒരു മതം, കണ്ടമാനം സഹായിക്കുന്ന ഒരു മതം എന്ന നിലയിലും ആ മതത്തിൻ്റെ ആളുകൾ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനിച്ച് രാഷ്ട്രങ്ങളടക്കം രാഷ്ട്ര നേതാക്കന്മാരടക്കം മൊത്തം ഈ 13ാം നമ്പറിൻ്റെ ദുശകുനം കാണുന്നുണ്ട്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുശകുനത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഈ യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തവൻ എന്ന നിലയിൽ ഈ 13നെ യൂദാസിൻ്റെ നമ്പറായിട്ട് തോന്നിയെങ്കിൽ തന്നെ ആ തോന്നലിനെ ഒഴിവാക്കിക്കൊണ്ട്
അതിന്മേൽ ചാരി നിൽക്കാതെ, അതിന്മേൽ ഊന്നി നിൽക്കാതെ, അതനുസരിച്ച് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെ, തനിക്ക് ഖജനാവിൽ നിന്ന് കിട്ടുന്ന ഒരു കാറ് ആ നമ്പറിനായിക്കോട്ടെ, ഇത് വേറെ ആരും വാങ്ങൂല, പാഴായി കിടക്കണ്ട എന്ന് കരുതിയിട്ടാണ് KM ഷാജി MLA ഇത് സ്വീകരിച്ചതെങ്കിൽ അഭിനന്ദനീയമാണ്, സന്തോഷകരമാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വർത്തിക്കേണ്ടതും എന്നാണ് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്.